നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സ്കൂൾ അടച്ചിരിക്കുകയാണ്, അവധി ദിവസമാണ്. നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്. അടുത്തുള്ള ചേട്ടൻ നോക്കുമല്ലോ എന്ന് സമാധാനത്തിലാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത് എങ്കിൽ വേണ്ട. കാരണം നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ 6 വയസ്സുകാരന് സംഭവിച്ചതും ഇതേ സംഭവ വികാസങ്ങൾ തന്നെയാണ്. വീടിന്റെ തൊട്ടടുത്തുള്ള 20 വയസ്സുകാരിൽ നിന്നും ലൈംഗികമായി പീഡനം ഏറ്റുവാങ്ങാനായി ഇരുന്നു. പക്ഷേ കുട്ടി അത് തടുത്തു. എന്നാൽ കുട്ടിയുടെ ജീവൻ അയാൾ എടുക്കുകയായിരുന്നു. സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണല്ലേ. 6 വയസ്സുകാരനെ കാണുന്നില്ല എന്ന ആദ്യ വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവരും തേടി അന്വേഷിക്കുമ്പോൾ ഈ പ്രതിയും അവരോടൊപ്പം തേടി അന്വേഷിച്ചിരുന്നു. ജോജോ, അതെ, ഈ ജോജോ എന്ന 20 വയസ്സുകാരൻ. അതായത് വയസ്സിൽ കവിഞ്ഞ ഒരു രീതിയാണ്. ശരീരഘടനയൊക്കെ നോക്കുമ്പോൾ അയാൾക്ക് ഒരു 10-30 വയസ്സുള്ളത് പോലെ തോന്നിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിരുന്നു. നാട്ടിൽ വളരെ ചീത്തപ്പേരുള്ള ഒരു ആളായിരുന്നു. ഈ കുട്ടിയെ ചാമ്പയ്ക്ക തരാന്ന് പറഞ്ഞൊക്കെ തന്നെ വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ ആ കുട്ടി പുറകെ ഓടിപ്പോകുന്ന ദൃശ്യമൊക്കെ CCTV ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട്. പിന്നെയാണ് അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരമൊക്കെ വരുന്നത്. എങ്ങോട്ടാണല്ലേ നമുക്ക് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന്റെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെയൊക്കെ തന്നെ മനസ്സൊന്ന് പതറുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലും ഉണ്ട് മക്കള് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അവരുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ആ നാട് മൊത്തം നടുക്കത്തിലാണ്. 6 വയസ്സ് മാത്രമുള്ള ഒരു മകൻ സ്കൂൾ കൂട്ടിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ പിള്ളേര് കളിക്കുന്ന തിരക്കാണ്, പഠിക്കേണ്ട, സ്കൂളിൽ പോകണ്ട. അപ്പൊ ഈ ഒരു സമയത്താണ് തൊട്ടപ്പുറത്തുള്ള ഈ അയൽവാസി തന്നെയാണ് ഈ ജോജോ, 20 വയസ്സുള്ള ഈ ഒരു ശ്രീജ പറഞ്ഞതുപോലെ തന്നെ കണ്ടാലൊന്നും 20 വയസ്സിന്റെ ഒരു ശരീരഘടനയൊന്നല്ല തോന്നുന്നത്. യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും തന്നെ ഈ ഒരു പ്രതിയുടെ മുഖത്തില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കുട്ടിയെ അവിടെ ഒരു കുളമുണ്ട് ഇവരുടെ അവിടെ, അപ്പോൾ മീൻ പിടിക്കാൻ പോകാം അല്ലെങ്കിൽ ചാമ്പയ്ക്ക പറിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ ഈ പറയുന്ന കുളക്കരയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഈ പ്രതി പോലീസുകാരോടക്കം അവിടെ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് പോലീസുകാരൊക്കെ തന്നെ വളരെ ദേഷ്യത്തിലാണ്, വളരെ റൂഡായിട്ട് തന്നെയാണ് അവനെയൊക്കെ ഒന്ന് പെരുമാറാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസുകാരടക്കം ചോദിക്കുന്നത്. എന്താണ് നീ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഇല്ല. അല്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ തെളിവെടുപ്പിന് വരുമ്പോഴൊക്കെ തന്നെ ഈ പ്രതികളുടെ മുഖത്തൊന്നും യാതൊരു പേടിയോ അല്ലെങ്കിൽ അത് ചെയ്തു പോയില്ലോ എന്നുള്ളതിന്റെ യാതൊരു കുറ്റബോധം ഒന്നും ഇവരുടെ മുഖത്ത് കാണുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ഒരു ഭാവവ്യത്യാസം തോന്നിയത് അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വിഷമം, അത് അഭിനയിച്ചതാണോ അല്ലെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു മാറ്റം കാണാൻ സാധിച്ചു. ഇവിടെ എന്നിട്ട് ഈ ജോജോട് പോലീസുകാർ ചോദിക്കുന്നത് എന്താണ് നീ ചെയ്തത് ചോദിക്കുമ്പോൾ ഈ കുട്ടിയെ ഇതുപോലെ ഇങ്ങനെ ചാമ്പയ്ക്ക് പറിച്ചു തരാം അല്ലെങ്കിൽ മീൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധികം ആരും ആ നാട്ടിലുള്ളവരൊന്നും ഒരു ശ്രദ്ധ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഇങ്ങനെ ഒരു കുളമുണ്ടെന്ന് അറിയാം, പക്ഷെ പെട്ടെന്നൊന്നും ശ്രദ്ധ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ചിട്ടാണ് കുട്ടിയെ പറയുന്നുണ്ട് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാനായിട്ട് കുട്ടിയുടെ ഉടുപ്പൂരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ കുട്ടി സമ്മതിക്കുന്നില്ല, അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയുകയാണ്. ഒരു 6 വയസ്സുകാരന് അതിൽ കൂടുതൽ എന്താണല്ലേ പ്രതിരോധിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവൻ ആദ്യം പറയാൻ തോന്നിയത് തന്നെയാണ്, ഞാൻ അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴും ഈ പ്രതിയുടെ ഈ ഒരു പീഡനത്തിന് ഇരയാക്കാനായിട്ട് സാധിച്ചില്ല. കാരണം കുട്ടി സമ്മതിച്ചില്ല, കുട്ടി നിലവിളിച്ചു തുടങ്ങി. ഉടനെയാണ് കുട്ടിയുടെ വായു മൂക്കൊക്കെ തന്നെ പൊത്തിപ്പിടിച്ച് ഈ ഒരു കുളത്തിലേക്ക് തള്ളി വിടുന്നത്. ഇവിടെ ഏറ്റവും നമുക്ക് അതിദാരുണം എന്ന് പറയാൻ തോന്നുന്നു ആ കുട്ടി കയറി വരികയാണ്. അവൻ ഒരുപക്ഷെ അധികം ആഴത്തിലോട്ട് വീണ് കാണില്ല. കുട്ടി വീണ്ടും കയറി വന്നു, ഒരുവിധം പിടിച്ചു പറ്റിയൊക്കെ കയറി വന്ന സമയത്ത് തന്നെ വീണ്ടും തള്ളിയിടുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം തള്ളിയിട്ടു. പിന്നെ കുട്ടിക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അതെ അമർത്തി. എന്നിട്ട് ആ കുട്ടി പടഞ്ഞ് താഴോട്ട് അത് മുങ്ങിപ്പോകുന്നത് കണ്ട് ഞാൻ നിന്നു എന്നാണ് പറയുന്നത്. പിന്നീടാണ് കുട്ടിയെ കാണാനില്ല. എന്നിട്ട് സാധാരണ പോലെ തന്നെ ഇവന്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ആ പരിസരത്തൊക്കെ അതെ. അതിനുശേഷം കുട്ടിയെ കാണാനില്ലെന്ന് അപ്പോഴേക്കാണ് വീട്ടുകാരൊക്കെ അറിയുന്നത്. അവരൊക്കെ തന്നെ നാട്ടുകാരും എല്ലാവരും വന്ന് തെരച്ചിൽ നടത്തുകയാണ്. പോലീസുകാരും എത്തുന്നുണ്ട്. ആ നാട് മൊത്തം അവിടെയുള്ള കിണറുകളിലും അതുപോലെ തന്നെ ഈ കുളത്തിന്റെ അവിടേക്ക് ഒരു കുളത്തിന്റെ അവിടെ തെരഞ്ഞൊരു അമ്മാവൻ അതിനുശേഷം മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇവിടെയും വന്ന് തെരഞ്ഞുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് നിന്നൊരാൾ പറഞ്ഞത്ര ഇവിടേക്കൊന്നും വീഴാൻ, അത് ഈ വ്യക്തി തന്നെയാണ്, ജോജോ എന്ന വ്യക്തി തന്നെയാണ് പറയുന്നത്. ഇവിടേക്കൊന്നും പോയില്ല, കാരണം ഞാൻ അവസാനമായി കുട്ടിയെ കണ്ടു, ഇവിടേക്ക് പോയില്ല, കുളത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ തന്നെ ഞാൻ ഓട്ടിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവനൊക്കെ തന്നെ തെരയാനും എല്ലാം മുൻപന്തിയിലുണ്ട്. പോലീസുകാരെ വഴിതെറ്റി, പോലീസുകാരുടെ അടക്കമേ എവിടെ ഉണ്ടാവില്ല അവിടെ തെരയാമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നീടൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ കുട്ടി ഇയാളുടെ കൂടെ ഓടിപ്പോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ കുട്ടീനെ കണ്ടിരുന്നു എന്നുള്ള ഒരു മൊഴി. പിന്നെ വീണ്ടും പോലീസുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കുട്ടീനെ ഈ ഒരു പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അത് തടസ്സപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഏതായാലും വളരെ നടുക്കുമെന്ന് പറയാനുള്ളൂ. അവിടേക്ക് കാണാൻ വരുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ തന്നെ കാണാൻ വരുന്നുണ്ട്. അവരൊക്കെ തന്നെ, ഒരു അമ്മ ഞാൻ കണ്ടു, ഒരു കുഞ്ഞിനെ
കയ്യില് ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അമ്മ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് കൊന്നു തന്നെ കളയണം, ഇവനെയൊക്കെ കൊല്ലുക തന്നെ ചെയ്യണം, ജയിലിലിട്ടിട്ട് അവനെയൊന്നും വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുത്ത് തീറ്റി പോറ്റല്ല വേണ്ടി കൊന്നു കളയണം. എന്റെ കയ്യിൽ ഒരു കുഞ്ഞാണ് ഇരിക്കുന്നത്, എന്റെ കുഞ്ഞിനും നാളെ ഇത് സംഭവിക്കാം, നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഇത് സംഭവിക്കണം, ഇവരൊന്നും പുറത്തിറക്കരുതെന്നാണ് എല്ലാ അമ്മമാരും കരഞ്ഞുകൊണ്ട്. ഒരമ്മ പറയുന്നത് പ്രസവിച്ച ഒരു അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ അവിടെ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, മാധ്യമങ്ങളൊന്നും തന്നെ ആ വീട്ടിലത്തെ ദൃശ്യങ്ങൾ കിട്ടില്ല. ഞാൻ ഒരു നോക്കുമ്പോഴൊന്നും തന്നെ ഇല്ല. പക്ഷെ പുറത്ത് ഈ പ്രതിഷേധം നടത്തുന്നതും പുറത്തു നിന്ന് കാണാനായിട്ട് കുഞ്ഞിന്റെ ശരീരം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അത് കാണാനായിട്ട് വരുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ തന്നെ ബൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ പ്രതിഷേധം വാക്കുകളിലൂടെയും കണ്ണുനീരിലൂടെ ഒക്കെ തന്നെ നമുക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഒരു കുഞ്ഞൊന്നല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇരുന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയും ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന തന്നെയാണ്. അപ്പൊ അവിടെ വന്ന എല്ലാവരും, ഒരുപാട് ആൾക്കാരാണ്, എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ട് കൊച്ചുങ്ങള്, അവർക്ക് നാളെ ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. ഇവിടെ പണ്ടൊക്കെ നമ്മളൊരു പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോഴും ഉണ്ട്, പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരൊരു ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന വീട്ടുകാരുണ്ട്. അയ്യോ അതിനെ നോക്കണം, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വരുന്ന കഴുകന്മാരുടെ കണ്ണുകളിൽ നിന്നൊക്കെ തന്നെ കുട്ടിയെ സംരക്ഷിക്കണം, അത് ഇനി കല്യാണം കഴിക്കണം, ഇതൊക്കെ ഒരു ബാധ്യതയായിട്ട് പറയുന്ന വീട്ടുകാരുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്ക്, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, പ്രതിയാവാൻ 20 വയസ്സെന്നോ 10 വയസ്സെന്നോ 18 വയസ്സൊന്നും ഇല്ല എന്നുള്ളത് കൂടിയാണ്. ഇവിടെ ചിലവര് പറയും സ്ത്രീകൾക്കെതിരെ പീഡനം നടക്കുമ്പോൾ ഇവർ ആദ്യം പറയുന്നതാണ് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തിന് സ്ത്രീകൾ ഈ ഇരുട്ടത്ത് അല്ലെങ്കിൽ നടു റോഡിൽ ഇറങ്ങി നടന്നു, അല്ലെങ്കിൽ രാത്രി എന്തിന് സ്ത്രീകൾ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോഴും ഇവിടെ എന്താണ്, ആ കുട്ടിയുടെ വസ്ത്രധാരണമാണോ പ്രശ്നം, അല്ലെങ്കിൽ ആ കുട്ടി രാത്രി ഇറങ്ങി നടന്നാണോ പ്രശ്നം? അതൊന്നുമല്ല. നമ്മുടെ ഈ ആളുകളുടെ ഈ മാനസികതലം ആരെങ്കിലും എന്തെങ്കിലും പറയാന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്തിനും ഓടിപ്പോയി. അതെ അതെ, എനിക്കും ചോദിക്കും. ഏതായാലും എങ്ങോട്ടാണ് നമ്മുടെ ഈ നാട് കൈവിട്ട് പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇയാളെ കുറിച്ച്, അതായത് ജോർജയെ കുറിച്ച്, കൂടുതൽ കൊലയാളിയായ ജോർജയെ കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അയാൾ 20 വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും ഇയാൾക്കൊരു ഒരു ശീലം എന്ന് പറയുന്നത്, ഇയാളുടെ ഇഷ്ടം എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധ പീഡനങ്ങളാണ്. പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാകുന്ന വീഡിയോകൾ കാണുക, അത് ആസ്വദിക്കുക, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക, ഇതൊക്കെയാണ് ഇയാളുടെ ശീലം എന്ന് പറയുന്നത്. മാത്രമല്ല ഇയാളെ ബൈക്ക് മോഷണ കേസിൽ കഴിഞ്ഞ 1 വർഷം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. 6 മാസത്തോളം ഇയാൾ ഈ പുനരധിവാസ കേന്ദ്രത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സ്വഭാവമൊക്കെ തന്നെ മാറി നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അയാൾ വളരെ മോശമായി, കൂടുതൽ ആണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. അയാളുടെ ആ ഒരു രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു അടഞ്ഞ ഒരു പ്രകൃതമാണ്, മറ്റുള്ളവരായിട്ടും അധികം സംസാരിക്കുന്ന ഒരാളല്ല. അതെ, അമ്മയും അച്ഛനും ഒരു സഹോദരനും ഇയാൾക്കുണ്ട് വീട്ടില്. അതിനുശേഷം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലാവരുടെ വീട്ടിലും കട്ടിലടിയിൽ പോയി ഒളിച്ചിരിക്കും. അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അതിനകത്ത് ആരെങ്കിലും വസ്ത്രം മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്ന മുറിയിൽ കയറി ഒളിച്ചിരിക്കുക, ഇതൊക്കെ ഇയാളുടെ ഒരു വൈകൃതമാണ്. അതായത് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ്. ഇയാളുടെ വൈകൃതം ഇങ്ങനെയാണ്. നാട്ടുകാർക്ക് നാട്ടുകാർക്ക് സത്യത്തിൽ ഇയാളെ കൊണ്ട് തലവേദനയായിട്ടുള്ള ഒരു ഘട്ടമാണ്. അമ്മമാരൊക്കെ പറയുന്നത് ഇവരെ തൂക്കിക്കൊല്ലണം എന്നുള്ളത്. അപൂർവമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കും, മാത്രമേ തൂക്കിക്കൊല്ലാവൂ എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി നമുക്കെടുത്ത് മാറ്റേണ്ടി വരും ചില സമയങ്ങളിലൊക്കെ. കാരണം ഈ ഒരു വളരെ മോശമായി ഒരു നാട്ടിന് ഒന്നടങ്കം തലവേദനയായി മാറുന്ന ഈ ഒരു വ്യക്തി 20 വയസ്സെങ്കിൽ 20 വയസ്സ് ഇയാൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, എന്നിട്ട് വ്യക്തമായി തന്നെ ഇയാൾ പറയുന്നുണ്ട്, ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കഞ്ചാവ് ഞാൻ ഉപയോഗിക്കാറില്ല, മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കാതെ മദ്യപിച്ചിരുന്നു. ഇനി പോട്ടെ, ഒരു പക്ഷെ ആ കുട്ടി ആ കുട്ടിയുടെ മൂടിക്കെട്ടി ആ കുട്ടി ലൈംഗികപരമായി ചൂഷണം ചെയ്തിരുന്നുവെങ്കിലോ, അയാളെ കൊന്നു തള്ളുന്നതിന് മുൻപ് ആ കുട്ടിയെ ചൂഷണം ചെയ്തിരുന്നെങ്കിലോ, അവൻ മാനസികമായി തകർന്നു പോയിരുന്നെങ്കിലോ, അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയുള്ള, അതായത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇവിടുത്തെ നീതി വ്യവസ്ഥയാണ്. നീതി വ്യവസ്ഥയോടോ ശിക്ഷാവിധിയോടും തന്നെ പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ അവന്റെ ആനന്ദവും ഉന്മാദത്തിനാണ് വളരെ വില കൊടുക്കുന്നത് എങ്കിൽ ഇതെല്ലാം മറക്കും. ഈ പറയുന്ന പോലെ പ്രകൃതിവിരുദ്ധ പീഡനമാണ് അയാൾക്ക് ഇഷ്ടമെങ്കിൽ നാളെ ഇറങ്ങും. തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളെ തേടി നാളെ ഇറങ്ങും. കാരണം ഇപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ്. സ്കൂൾ അടയ്ക്കുമ്പോഴും പല വീടുകളിലും അപ്പൂപ്പനെയും അമ്മൂമ്മയും നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന അമ്മമാരുണ്ട്. കാരണം അവർക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ആരുമില്ലാതെ വെളിയിൽ നിന്നും പൂട്ടിക്കൊണ്ട് താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന അമ്മമാർ ഞങ്ങൾക്കറിയാം. ഈ കുട്ടികൾ ഇപ്പോൾ ഇവിടെയാണ്. കാരണം ഇല്ലെങ്കിൽ പറയും നീ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുക കേട്ടോ, ഞാൻ വന്നിട്ട് നിന്നെ വിളിച്ചോളാം. ആ അപ്പുറത്തെ വീട്ടിൽ എന്ന് പറയുന്ന ആ വീട്ടിൽ ആന്റി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല.
ആ വീട്ടിലെ അച്ഛനെയോ അമ്മയോ ആരും നമുക്ക് വിശ്വസിക്കാൻ കാരണം കാരണം 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തുമ്പിയോ മേഘ സ്നേഹ എന്നാണ്. കാരണം സ്നേഹ ഒരു ആൺകുട്ടിയോട് കാണിച്ച പ്രകൃതിവിരുദ്ധ പീഡനം എന്താണ് എന്നും അതിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അത് പുറത്തു കൊണ്ട് കാണിക്കുകയും പെൺകുട്ടിയോട് കാണിച്ച ഒരു വളരെ മോശമായ രീതിയൊക്കെ തന്നെ അത് ചിത്രത്തിൽ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സ്കൂളിൽ നിന്ന് പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ കഴിഞ്ഞ മാസമാണ് വായിച്ചത്. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഒട്ടും സേഫ് അല്ല എന്ന് തന്നെയാണോ. ഒരു പക്ഷെ പട്ടിണിയെങ്കിൽ പട്ടിണി, വീട്ടിൽ കുടിക്കാൻ കഞ്ഞി മാത്രമേ ഉള്ളൂ എങ്കിലും സാരമില്ല, ജോലിക്ക് പോവാതെ കുട്ടികളെ മാത്രം നോക്കിയിരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഇതുപോലെ അർജുൻ എന്നാണ് അവന്റെ പേര്, ഞാൻ അത് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതും അന്ന് ഈ ഒരു കുട്ടി ഇതേ ഒരു പ്രായം തന്നെയാണ്, അതും അയൽപക്കമാണ്. ആ കുഞ്ഞിനെ ചെറുപ്പം മുതലേ തന്നെ ഇവൻ അറിയാവുന്നതാണെന്നാണ് പറയുന്നത്, വീട്ടുകാർക്കടക്കം പറയുന്നത്. എന്നിട്ട് ഇത്തരത്തിൽ കുട്ടിയെ അച്ഛനമ്മയില്ലാത്ത അവരും ജോലിക്ക് പോവായിരുന്നു. അതെ അതെ, ഇതുപോലെ തന്നെ പീഡനത്തിന് ഇരയാക്കി ഷാള് കൊണ്ട് ജനലിലെ കുരുക്കിയിട്ടിട്ട് ആത്മഹത്യ ചെയ്ത നിലയിലാക്കി കണ്ടെത്തുകയായിരുന്നു. അന്ന് ഇവനെ തന്നെ പിടികൂടുകയും ചെയ്തത്. പക്ഷെ പിന്നീട് അത് തെളിവുകളുടെ അഭാവത്തിൽ ഇവനെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവ് തന്നെയാണെന്ന് അന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പല തെളിവുകൾ അന്ന് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ഇന്റർവ്യൂ ഒരു പ്രമുഖ മാധ്യമം എടുത്തപ്പോൾ അത് കണ്ടാലറിയാം, അത് നമ്മുടെ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് കണ്ടറിയാൻ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇവന്റെ ഫോണിലടക്കം പോൺ വീഡിയോസ് മുഴുവൻ അതും കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് അറിയില്ല. എന്റെ ഒരു കൂട്ടുകാരന് ഞാൻ ഫോൺ കൊടുത്തപ്പോൾ അവൻ അത് കാണാനായിട്ട് എടുത്തതാണ്, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉത്തരം പറയുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഈ കോടതി വിചാരണ കോടതി അന്ന് വെറുതെ വിട്ടപ്പോൾ ഇവരുടെ കുടുംബം കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. എന്നിട്ട് ആ കുട്ടിയുടെ പിതാവിനെയും അതുപോലെ തന്നെ മുത്തശ്ശനെതിരെ ഒരു കത്തി കൊണ്ട് ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 2024 തന്നെ. അതായത് ഈ അർജുന്റെ ഒരു സഹോദരനോ അതോ അച്ഛന്റെ സഹോദരനോ ആരായിട്ട് ഇവരെ അവിടെ ഓടി വെച്ചിട്ട് ഈ കുട്ടിയുടെ ഈ പീഡനത്തിന് ഇരയേറ്റ് മരിച്ച കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശനെയും ഇവര് കത്തി കൊണ്ട് കുത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇവനിപ്പോ കുറച്ചു കാലം ജയിലിൽ കിടക്കും, അത് കഴിഞ്ഞാൽ 20 വയസ്സേ ഉള്ളൂ, നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇവൻ പുറത്തിറങ്ങും. അപ്പോഴും ഇവന് പൂർണ്ണമായിട്ട് നല്ല ആരോഗ്യമല്ലോ ഇപ്പൊ. അതെ അതെ, ഇവൻ ആരോഗ്യവും ഉണ്ടാവും. ഇപ്പോൾ ഈ ജോജോന്റെ കേസാണെങ്കിൽ ഇവൻ പുറത്തിറങ്ങി 20 വയസ്സ് മാത്രമാണ്, ഇവൻ പുറത്തു ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന് ആരോഗ്യം ഉണ്ടാവും. ഇവൻ ഇത് തന്നെ തുടരും. ഇവനൊന്നും യാതൊരു കുറ്റബോധമൊന്നും ഉണ്ടാകും പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇനി പുറത്തിറങ്ങുമ്പോൾ നല്ല പിള്ളയായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ആ ഒരു മുഖംമൂടിയായിരിക്കും. പിന്നെ ആരോഗ്യം ക്ഷയിക്കാൻ പോകുന്നില്ല. പുറത്തുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ഫുഡാണ് ജയിലിനുള്ളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇയാൾക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോലീസ് കസ്റ്റഡിയിൽ കിടന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള പിന്നീട് പുറത്തിറങ്ങിയെന്നുള്ളതാണ്. അതിനുശേഷം ഇനിയും ഇപ്പോൾ 12 വർഷമോ 14 വർഷമോ ഒക്കെ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു 34-35 വയസ്സോട് കൂടി പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നെ അയാൾ സുഖിച്ച് ജീവിക്കുമായിരിക്കും. ഒരു കല്യാണം കൂടി കഴിഞ്ഞ് ഒരു കുടുംബമായിട്ടായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ 2 വർഷം 2, 3, 4, 5 വർഷം കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിച്ചായിരിക്കും ജീവിക്കാൻ പോകുന്നത് ഇതേ സമൂഹത്തിൽ. അതേ ആ ഇരയാക്കപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളുടെ മുന്നിലാണ് എന്നതും കൂടിയാണ് ഓർക്കേണ്ടത്. ഏതായാലും നമ്മുടെ ഇത് കാണുന്ന മാതാപിതാക്കളോടാണ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് സംരക്ഷിച്ചേ പറ്റുള്ളൂ. കേൾക്കുന്നവരും ചോദിക്കാം, എന്താ 24 മണിക്കൂർ മക്കളെ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ ജോലി കളഞ്ഞ് നോക്കിയിരിക്കേണ്ടി വരും ഒരുപക്ഷെ. കാരണം നമ്മുടെ അവസ്ഥ ഇതാണ്. ആരെയും ഒന്നും പറയാൻ കഴിയില്ല. നമുക്ക് സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ എന്തെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ വിടണം എന്നും ഞാൻ പറയില്ല. കാരണം അവിടെ നമുക്ക് എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഈ വെക്കേഷൻ ക്ലാസ്സുകൾ നിരവധി ഉണ്ടല്ലോ, അതിന് വിടാം. അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകും വഴികൾ കാണണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്കും പുസ്തകവും കയ്യിൽ പിടിച്ച് അവന് പറ്റ നമ്മുടെ കൂടെ ജോലിക്ക് അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ വളരട്ടെ. കാരണം അങ്ങനെ പറയാല്ല, നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഒരു തരത്തിലും അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനല്ല. ഇതിപ്പോ നമുക്ക് ഓർക്കും, അത് പാലക്കാടല്ലേ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലല്ലേ, ഇന്ന് തിരുവനന്തപുരത്തല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ വീട്ടിലല്ലല്ലോ, എന്റെ വീടിന്റെ അപ്പുറത്തല്ലല്ലോ, എന്റെ വീടിന്റെ ചുറ്റളവിലല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയാണെങ്കിൽ ആശ്വസിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. ഈ പറയുന്ന നമുക്ക് നേരെ ഈ പറയുന്ന അതിക്രമങ്ങൾ ഉണ്ടാകാം, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നേരെയും അതിക്രമം ഉണ്ടാകും. നമ്മൾ സുരക്ഷിക്കാതെ നമ്മൾ സുരക്ഷിതരായി ഇരിക്കാത്തടത്തോളം കാലം നമ്മുടെ കുട്ടികൾ ഇത്തരം കഴുകന്മാരുടെ കണ്ണിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്.